ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമെയിൽ SMTP ആണ് ജാങ്കോയുടെ. അതായത് നമ്മളിപ്പം ഒരു വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് വെൽക്കം മെയിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്കൊരു മെയിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഒരു മെയിൽ നമുക്ക് മെയിലിലോട്ട് സെൻഡ് ആവത്തില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ജാങ്കോയുടെ എല്ലാം ഡോക്യുമെൻറ്റേഷൻ ഗൂഗിളിൽ കിടപ്പുണ്ട്. അപ്പം ജാങ്കോ എന്ന് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. ജാങ്കോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ അതിനകത്തുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഡോക്യുമെൻറ്റേഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കോഡ് എടുത്ത് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇമെയിൽ SMTP കുറിച്ച് നമുക്കിപ്പം ഡോക്യുമെൻറ്റേഷനിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നമുക്കിപ്പം ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ വെൽക്കം മെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സക്സസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്റ്റയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇങ്ങനെ മെയിലിൽ വരുമല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ജാങ്കോയിൽ. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, സെറ്റിങ്സിൽ നമ്മൾ ഇമെയിലിനെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് എടുക്കണം. അതിൻ്റെ കോഡാണ് ഈ കിടക്കുന്നത്. ഇമെയിലിനും ബാക്ക് എൻഡിലും ജാങ്കോ കോർ മെയിൽ, ബാക്ക് എൻഡ് SMTP ഇമെയിൽ നമ്മുടെ ഇമെയിലുമായിട്ട് അത് കണക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കോഡാണ് നമുക്കവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ settings.py നമുക്ക് ഈ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മുടെ കോഡിൽ settings.py ഓക്കെ. അപ്പം നമ്മൾ ബാക്ക് എൻഡിൽ SMTP അന്ന് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. ഹോസ്റ്റ് ഏതാണെന്ന് SMTP gmail.com ആണ്. അത് നമ്മൾ ട്രൂ ആക്കി കൊടുത്തു. ഇമെയിൽ പോർട്ട് 587 ആണ്. എന്നിട്ട് ഞാനൊരു ഞാനൊന്ന് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ആ ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ID കൊടുത്തു. പിന്നെ ഞാനൊരു പാസ്വേഡും കൊടുത്തു. ഈ ഒരു ഇമെയിൽ ഹോസ്റ്റ് പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് ക്രിയേഷന് യൂസ് ചെയ്യുന്ന പാസ്വേഡാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത്, ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഇമെയിൽ IDയിൽ നിങ്ങൾ ആ SMTPയുടെ വെരിഫിക്കേഷൻ അപ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സെറ്റിങ്സിൽ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തു. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്, അടുത്തതായിട്ട് നമുക്ക് വ്യൂസിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമുക്ക് സെറ്റിങ്സിനെ ജാങ്കോ കോൺഫിഗർ ചെയ്ത സെറ്റിങ്സിനെ ഇമ്പോർട്ട് ചെയ്യണം. മെയിൽ സെൻഡ് ചെയ്യാനുള്ളതും ജാങ്കോയിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ഇത് രണ്ടും വ്യൂസിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് എടുക്കണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എന്താണ്, നമുക്ക് സബ്ജക്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ വ്യൂസിൽ പറഞ്ഞു കൊടുക്കണം. ഏത് വ്യൂസിലാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കാണ് വേണ്ടത്. അപ്പം ഞാൻ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മെസ്സേജ് പോകണം. അപ്പം ഞാനത് കൊടുക്കുകയാണ്. സബ്ജക്റ്റ് കൊടുക്കുക, മെസ്സേജ് കൊടുക്കുക, ഇമെയിൽ, റെസിപ്പിയൻ്റ് ലിസ്റ്റ്, ഇമെയിൽ സെൻഡ് ചെയ്യാനുള്ള. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എഡിറ്റ് ചെയ്യാം. സബ്ജക്റ്റ് എല്ലാം. ഇപ്പം ഇവിടെ ഒരു എറർ കാണിക്കുന്നു. നമുക്കിവിടെ റിട്ടേൺ ചെയ്തത് ഇവിടെ വെച്ചിട്ട് ക്ലോസായി. നമുക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്. കാരണം കറക്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മെയിലും പോകണം, എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യണ്ടേ. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് യൂസർ നെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ള സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുന്നു. ഇപ്പം വെൽക്കം ടു GFG വേൾഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ വെൽക്കം ടു എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കൊടുക്കാം.
അതിനുശേഷം ഹായ് താങ്ക് യു ഫോർ രജിസ്റ്ററിങ് ഗ്രീക്സ് വേൾഡ് രജിസ്റ്ററിങ് മതി, നമുക്കിത് ഇട്ട് ചെയ്യുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇമെയിൽ സെറ്റിങ്സ് ചെയ്യുന്നു, ഹോസ്റ്റ് ചെയ്യാനുള്ള എല്ലാം കൊടുക്കുന്നു. ഇനി വരേണ്ടത് എന്താ, റെസിപ്പിയൻ്റ് ലിസ്റ്റ്, അതാണ് അവിടെ വേണ്ട. യൂസർ ഇമെയിൽ ഏതാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഏത് മെയിലിലോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ മെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു മെയിൽ കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മെയിലിലോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു മെയിൽ അഡ്രസ്സ് അവിടെ പറഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സബ്ജക്റ്റും മെസ്സേജും എല്ലാം ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ടായിരിക്കും പോകുന്നത്. ഇത് ടു അഡ്രസ്സാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇത്രയും മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ സെൻഡ് ആവത്തില്ല. നമ്മളെന്താണ്, ഇമെയിലിനകത്ത് SNTP വെരിഫിക്കേഷൻ ചെയ്യണം, ഓതൻറ്റിക്കേഷനൊക്കെ ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി എന്ന് വെച്ചോ. മെയിൽ ഐ ഡിയിൽ മാനേജ് യുവർ അക്കൗണ്ട് എടുക്കുക. അതിനകത്ത് സെക്യൂരിറ്റി എടുക്കുക. ഇതിനകത്ത് നിങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുമല്ലോ. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ചിൽ ചെയ്താൽ മതി. ആപ്പ് പാസ്വേഡ് എന്നും പറഞ്ഞിട്ട് വരും. അപ്പോൾ ഈ ആപ്പ് പാസ്വേഡ് എടുക്കുക. ഇതിനകത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി എന്താണെന്ന് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് പോവുക. നെക്സ്റ്റ് അടിച്ച് പോകുമ്പോഴത്തേക്കും ബാക്കി നിങ്ങൾക്ക് ഇവിടെ ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പം നെക്സ്റ്റ് അടിച്ച് പോകുന്നു. ഗൂഗിൾ സെക്യൂരിറ്റി സെക്ഷനിൽ പോയി ആപ്പ് പാസ്വേഡ് എടുത്ത് നിങ്ങളുടെ മെയിലിലെ പാസ്വേഡ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാസ്വേഡ് അവിടെ കാണിക്കും. ആ പാസ്വേഡ് കോപ്പി ചെയ്തിട്ട് അത് വേണം നിങ്ങൾ സെറ്റിങ്സിൽ കൊണ്ടുവന്ന് ഈ സെക്ഷനിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. ആപ്പ് പാസ്വേഡ് അത് ജസ്റ്റ് നിങ്ങളിവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ എന്താണോ പാസ്വേഡ് അത് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇപ്പം പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ഇവിടെ ആപ്പിൻ്റെ നെയിം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പം ജസ്റ്റ് യൂട്യൂബ് എന്നോ എന്തെങ്കിലും അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ ക്രിയേറ്റ് ആകും. ക്രിയേറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനൊരു കോഡ് കോപ്പി ആകും. ഈ ഒരു കോഡ് വേണം കോപ്പി ചെയ്തിട്ട് ആപ്പ് പാസ്വേഡായിട്ട് കൊണ്ടുവന്ന് സെറ്റിങ്സിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫോളോ ലിങ്കിൽ പുതിയതായിട്ടൊരു ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മെയിൽ ഐ ഡി വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ഇവിടെ ഏത് മെയിൽ ഐ ഡിയിലാണെന്ന് പോകുന്നതെന്നുള്ളത് വേണമല്ലോ. അപ്പം മെയിൽ ഐ ഡി കൊടുക്കുന്നു. പാസ്വേഡായിട്ട് ഇപ്പം നിങ്ങൾ കൊടുക്കുന്നത് എന്താ, രജിസ്റ്റർ ചെയ്യുന്ന ഒരു മെയിൽ കൊടുക്കുന്നു. പാസ്വേഡായിട്ട് നിങ്ങളുടെ ഈ ഒരു ആപ്പ് പാസ്വേഡാണ് കൊടുക്കുന്നത്. എക്സാമ്പിളാണിത്. പാസ്വേഡ് കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ അത് രജിസ്റ്റേർഡ് ആയപ്പോൾ ലോഗിൻ ചെയ്ത് പോയി. ഇനി നമുക്കത് മെയിലിൽ വന്നോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ നമ്മളെ മെയിലിൽ സെൻഡായി വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഇമെയിൽ SNTPക്കകത്ത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റിലേ ചെയ്ത് എന്തായിരുന്നു, ആദ്യമേ നമ്മൾ സെറ്റിങ്സിൽ വന്നിട്ട് അതിനകത്ത് ഇമെയിലിൻ്റെ ഹോസ്റ്റിംഗ് പാസ്വേഡും അതിൻ്റെ പോർട്ട് നമ്പറും എല്ലാം ഏത് ഇമെയിലോട്ടാണോ സെൻഡ് ചെയ്യുന്നത് ആ ഇമെയിലിൻ്റെ പാസ്വേഡും ID എല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം വന്ന് ജാങ്കോയിലെ വ്യൂസിനകത്ത് വന്ന് സെറ്റിങ്സ് ഇമ്പോർട്ട് ചെയ്തു. മെയിൽ സെൻഡ് ചെയ്യാനുള്ളതും ഇമ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മൾ അതിനകത്ത് ഏത് വ്യൂസ് ഏത് ഫംഗ്ഷൻ്റെ ആണോ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോഴാണോ ലോഗിൻ ചെയ്യുമ്പോഴാണോ മെസ്സേജ് പോകുന്നത് അവിടെ വന്ന് സബ്ജക്റ്റും മെസ്സേജും ഏത് മെയിലിലോട്ടാണോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനുള്ളത് അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ എന്തെങ്കിലും SNTP എറർ വരുവാണെന്നുണ്ടെങ്കിൽ മെയിലിൽ പോയി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം ആപ്പ് പാസ്വേഡ് വേണം കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട്.